ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള ഗുഡ്നസ് TV പ്രേക്ഷകരെ, കാഹളം ഇതാ മറ്റ് ചില ചിന്തകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. സ്വർഗീയ ജീവിതത്തിൻ്റെ മുന്നാസ്വാദനമാണ് സമർപ്പിത ജീവിതം എന്നാണ് രണ്ടാം വത്തിക്കാൻ സുനോദോസ് സഭയെ പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും സമർപ്പിത ജീവിതം ഒരു സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം തന്നെയാണ്. കാരണം കിളികളെപ്പോലെ ഈ ഭൂമിയിൽ പറന്നു നടക്കുന്ന, ചിത്രശലഭങ്ങളെപ്പോലെ ഈ ഭൂമിയിൽ പറന്നു നടക്കുന്ന സന്യാസികൾ എത്ര മനോഹരമായ കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ ചെയ്യുക. അവരുടെ ജീവിതത്തെപ്പറ്റി ചിലപ്പോഴെങ്കിലും നമ്മൾ കൂടുതലായി അറിയുന്നില്ല, അല്ലെങ്കിൽ അറിയാൻ പരിശ്രമിക്കുന്നില്ല. അത് നമ്മുടെ ഒരു പോരായ്മയാണ്. അതിനാൽ തന്നെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ശ്രമിക്കുക സന്യാസ ജീവിതത്തിൻ്റെ, സമർപ്പിത ജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്കുള്ള ഒരു യാത്രയാണ്. ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം 4 വിശിഷ്ട വ്യക്തികൾ പങ്കുചേരുന്നു. ഞാനവരെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അഡ്വക്കേറ്റ് ചാർലി പോൾ, അദ്ദേഹം KCSLൻ്റെയും CLCയുടെയും സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. ഫാദർ മാത്യു കക്കാട്ടുപള്ളിൽ VC, അദ്ദേഹം വിൻസെൻഷൻ സഭയുടെ കോട്ടയം ആസ്ഥാനമാക്കിയുള്ള സെയിൻറ്റ് ജോസഫ് പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറാണ്. ഫാദർ ക്രിസ്റ്റി വട്ടക്കുഴി, കപ്പൂച്ചിൻ സഭാ വൈദികനാണ്. കപ്പൂച്ചിൻ സഭയുടെ ആലുവ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായിരുന്നു. ഇപ്പോൾ തൃശ്ശൂർ ആസ്ഥാനമാക്കിയുള്ള കാൽവരി സെമിനാരിയിൽ അദ്ദേഹം ആധ്യാത്മിക പിതാവായി ശുശ്രൂഷ ചെയ്യും. സിസ്റ്റർ ട്രീസ ജോസ് ഹോളി ഫാമിലി സന്യാസ സമൂഹാംഗമാണ്. ഹോളി ഫാമിലി സഭയുടെ ഇരിങ്ങാലക്കുട ആസ്ഥാനമാക്കിയുള്ള പാവനാത്മ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ കൗൺസിലറാണ്. 4 പേർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പ്രൊവിൻഷ്യാലച്ചനിൽ നിന്ന് ആരംഭിക്കാമെന്ന് കരുതുന്നു. അച്ഛാ, കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് അനുസരണ വ്രതത്തെ പറ്റിയാണ്. പൊതുവേ ഇന്ന് ജനം ചോദിക്കുന്ന ഒരു സംശയം ഞാൻ അച്ഛനെ ഉന്നയിച്ച് ആരംഭിക്കുകയാണ്. 14-15 വയസ്സിൽ ഒരാൾ സെമിനാരിയിൽ ചേരുന്നു, മഠത്തിൽ ചേരുന്നു. ആ സമയം ഒരു നല്ല തീരുമാനം എടുക്കാൻ പറ്റിയൊരു സമയമാണോ? അതെ, എനിക്ക് തോന്നുന്നത് നമ്മളുടെ ജീവിതമേ, സന്യാസ ജീവിതം ഒന്നൊരു തീരുമാനത്തിൽ കെട്ടിയിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ജീവിതമൊന്നും അല്ലല്ലോ. അച്ഛന് തോന്നുന്നുണ്ടോ? അച്ഛൻ നിത്യവ്രതം എടുക്കുന്നത് ഞാൻ ഓർത്തിരിപ്പുണ്ട്. അപ്പോൾ അച്ഛന് തോന്നുന്നുണ്ടോ ആ ദിവസം, ആ സമയം, അന്നേരം വായിച്ച ആ സ്റ്റേറ്റ്മെൻ്റ്, ആ പേപ്പർ, ഇത് ഓർത്തിട്ടാണ് നമ്മുടെ എല്ലാ ദിവസവും അനുദിന ജീവിതത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നത്? അല്ല, ഞാൻ അല്ല. ഏതായാലും ഇത് നമ്മുടെ ഉറവയാണ് നമ്മുടെ ശക്തി, അല്ലാതെ നമ്മൾ എടുത്ത തീരുമാനമൊന്നുമല്ല. നമ്മുടെ ഉറവ തന്നെയാണ് നമ്മുടെ ശക്തി. ഡിസിഷൻസ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ നമ്മൾ തിരുത്തേണ്ടതായിട്ട് വരും. പെർപ്പച്വൽ പ്രൊഫഷൻ കഴിഞ്ഞ ആളുകൾ സന്യാസ ജീവിതം ചേരുകയില്ലെന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്പെൻസേഷൻ കൊടുക്കണല്ലേ, ഡിസ്മിസ് ചെയ്യുന്നില്ലേ? അത് ഒരു ജീവിതത്തിൻ്റെ അവസാനം അവരെ കണ്ടം ചെയ്യുന്നൊന്നും അല്ലല്ലോ. തീരുമാനങ്ങൾ എപ്പോൾ വേണേലും മാറ്റാം ആവശ്യത്തിനനുസരിച്ച് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തിരുസഭയിലും അതിനുള്ള എല്ലാ സാധ്യതകളും സ്വാതന്ത്ര്യവുമുള്ള ഒരു സംവിധാനമാണ്, എവിടേക്കാളും ഉപരി. അപ്പോൾ അതില്ലാത്തൊന്നും വലിയ റിജിഡിറ്റിയിൽ ഒന്നും കാര്യമില്ല. അപ്പോൾ ഇത് ഉറവയാണ്. നമ്മളുടെ തീരുമാനങ്ങളെല്ലാം, നമ്മുടെ ജീവിതം ഒരു ഐഡൻറ്റിറ്റി ഫോം ചെയ്യപ്പെടുകയാണല്ലോ. അതുകൊണ്ടാണ് ഈ 12-ാമത്തെ വയസ്സിൽ യേശു ക്രിസ്തു അതിസുന്ദരമായിട്ടല്ലേ ദേവാലയത്തിൽ നിന്ന് വേദശാസ്ത്രികളുമായിട്ട് തർക്കിക്കണേ. അത് കർത്താവ് അന്ന് വൈകുന്നേരം ഒരു തീരുമാനം എടുത്തിട്ട് വന്നൊന്നുമല്ല, അവൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകിയത് അങ്ങ് ഒഴുകി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സ്പിരിച്വൽ ഇൻക്യുബേഷൻ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ആകുന്ന സമയം വരെ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മളിങ്ങനത്തെ ഇത് വലിയൊരു പ്രധാനപ്പെട്ട തീരുമാനമാണ്, വളരെ പക്വത വന്നതിന് ശേഷം എടുക്കേണ്ട കാര്യമാണ്, എങ്കിൽ തന്നെ നിലനിൽക്കാൻ സാധിക്കില്ലെന്നൊക്കെ ആഴപ്പെട്ട് ചിന്തിച്ചിരുന്നതാണ്. നമ്മൾ വായിക്കുന്ന സൈക്കോളജിയും നമ്മുടെ ഫിലോസഫിയൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അറിവുകളാണ്. പക്ഷേ ഇന്ന് ഞാനത് തിരിച്ചു പറയും. ഈ 15 എന്ന് പറയുന്നത് വെച്ചാൽ ലേറ്റാണെന്ന് എൻ്റെ വിശ്വാസം. എന്ന് വെച്ചാൽ ഇത് ബാല്യത്തിൽ തന്നെ, ജന്മനാ തന്നെ, അതിനേക്കാൾ മുമ്പ് കൊടുക്കുന്നതാണ്. കർത്താവ് നിത്യത്തിൽ നിന്ന് കൊടുക്കുന്നതാണ് വിളി. നമ്മൾ ജനിച്ച് വെള്ളത്തൊട്ടിലിൽ വീഴുമ്പോൾ അത് ശക്തമായിട്ട് അവിടെ കിടപ്പുണ്ട്. ദൈവത്തിന്റെ ഇടപെടലാണ്. അപ്പം ആ ഉറവയെ ശുദ്ധമായി സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഫോർമേഷൻ്റെ ഒക്കെ എല്ലാം ഉദ്ദേശം. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഈ മച്യൂരിറ്റി, ഇപ്പോൾ വേൾഡിന്, ലോകത്തോട് എക്സ്പോസ്ഡ് ആകുമ്പോൾ നമ്മൾ മച്യൂറാകും എന്നൊക്കെ പല കാര്യങ്ങളോട് പോയി പരിശീലനത്തെക്കുറിച്ച് നമ്മൾ പറയും. റെസിസ്റ്റൻസ് പവർ കൂടും, എല്ലാം പറയും. എല്ലാം വാസ്തവങ്ങളാണ്, ഒരു വശമാണത്. പക്ഷേ ഈ സന്യാസ ദൈവവിളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇന്നസെൻസ് ഓഫ് ദ സോളാണ്, സാങ്ക്ടിറ്റി ഓഫ് ദ സോളാണ്. നമ്മുടെ ആത്മാവിന്, നമ്മുടെ ആത്മീയ ആന്തരിക അവസ്ഥയ്ക്ക്, നന്മയെ സൂക്ഷിക്കാനുള്ള, ആത്മീയ ചൈതന്യത്തെ സൂക്ഷിക്കാനുള്ളൊരു സിദ്ധിയാണ്. അത് എത്രയും നേരത്തെ കിട്ടണമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ഈ സിസ്റ്റേഴ്സിൻ്റെ സഭയാണ് എൻ്റെ ഇടവകയിൽ വളരെ ആക്റ്റീവായിരുന്നു. അവരുടെ സന്യാസം എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അപ്രിസിയേഷൻസ് ട്യൂബ്
അപ്പം ഞാനിപ്പോഴും ഓർക്കണം, ഞാൻ രാവിലെ പിന്നെ പള്ളിയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടി മടത്തിൽ പോകും. അപ്പോൾ ഈ മടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു ജയിലാണെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ ഓടി കളിച്ചിരുന്നത് എൻ്റെ വീട്ടിനേക്കാൾ ഉപരി ഞാൻ ഓടി കളിച്ചിരുന്നത് ഞങ്ങളുടെ മഠത്തിൻ്റെ മുറ്റത്തും അകത്തും അടുക്കളയിലും അതിലെല്ലാം. സിസ്റ്റേഴ്സ് ഞങ്ങളെ പഠിപ്പിക്കുന്നു, ഭക്ഷണം തരുന്നു, കളിപ്പിക്കുന്നു, വീണ് കൈ മുറിയുമ്പോൾ അത് വെച്ച് കെട്ടുന്നു. ഇങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം പുഷ്പിച്ചത് അവിടെയാണ്. അപ്പോൾ അവിടെ അങ്ങനെ ആ ലോകത്തിൽ കണ്ടും കേട്ടും നന്മകളുടെ ഒരു ലോകത്തിൽ നമ്മൾ വളർന്നങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഈ അച്ഛനാകാൻ വേണ്ടി പറഞ്ഞത്. ഞാൻ ക്രിസ്ത്യച്ചൻ ഈ ഫ്രാൻസിസ് അസീസിയെ വായിച്ചു വലിയ സ്നേഹം തോന്നി വന്നു നേട്ടം എനിക്ക് കൊതിയായി. കാരണം എൻ്റെ ദൈവവിളിക്ക് അങ്ങനെ ഒരു വരവില്ല. ഞാനൊരു 15 വയസ്സിൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സെമിനാരിയിൽ പോകുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോരാനായിട്ട് ഒറ്റ കാരണമുള്ളൂ. എനിക്ക് എൻ്റെ ആ 15th ഇയറിൽ അല്ലെങ്കിൽ 16ാമത്തെ വയസ്സിൽ എൻ്റെ ഇന്നസെൻറ്റ് സോളിന് പെട്ടെന്ന് ഈ ജീവിതമായിട്ട് കണക്ട് ആകാൻ പറ്റി, ഈ ദൈവവിളിയായിട്ട് കണക്റ്റഡ് ആകാൻ പറ്റി. സെമിനാരിയിൽ വന്നതിന് ശേഷമാണ് നമ്മൾ പിന്നെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ വളർന്നു പറഞ്ഞത്. അപ്പോൾ ആ കണക്ടിവിറ്റി കിട്ടാൻ പാകത്തിന് ചൈതന്യമുള്ള ഒരു ആത്മീയ അവസ്ഥയിൽ നമ്മൾ പശ്ചാത്തലം മാറിക്കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് നന്നായിട്ട് വളരാൻ പറ്റുകയുള്ളൂ. കാരണം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പിന്നെ സംഭവിക്കേണ്ടത്. അപ്പോൾ ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ഇൻക്യുബേഷൻ ആസ് ഏർലി ആസ് പോസിബിൾ. ബാക്കിയുള്ള എല്ലാ ലോകത്തും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം അതിനോടെല്ലാം കാലത്തിനനുസരിച്ച് എക്സ്പോസ്ഡ് ആകാനും എക്സ്പീരിയൻസ് കിട്ടാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ചാർലി സാറേ, ഞാൻ അച്ഛനോട് ചോദിച്ച ചോദ്യം സാറ് ശ്രദ്ധിച്ചാണല്ലോ. ഈ പ്രായം ഇതിൻ്റെ ഒന്നും പ്രശ്നമല്ലല്ലോ അല്ലേ സത്യമായിട്ട് ഇന്ന് റിലീജിയസ് ലൈഫിൻ്റെ പ്രശ്നം. സാറിന് അതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ളത്? നമ്മൾ 15 വയസ്സിൽ തന്നെ വൈദികനാകാൻ തീരുമാനം എടുക്കുന്നില്ല. ഒരു ദൈവവിളിയിലേക്കുള്ള പ്രവേശനത്തിന് സാധ്യമാണെന്നുള്ള ഒരു പരിചിന്തനത്തിൻ്റെ വേളയാണ്. നമ്മൾ നേരത്തെ സിസ്റ്റർ സൂചിപ്പിച്ച പോലെ ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ വൈദികനാകുന്നത്. ഇപ്പോൾ വൈദികനാകും 15 വയസ്സിൽ തീർന്നെങ്കിലും അതിപ്പോൾ നമ്മളൊരു സന്യാസ സഭയിലൊക്കെ ആണെങ്കിൽ 10 വർഷത്തിലേറെ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. 11 വർഷം 10 വർഷത്തിലേറെയാണ്. 12 വർഷം, ചിലടത്ത് 14 വർഷം വരെ. 14 വർഷം ജെസ്യൂട്ട് ഫാദേഴ്സിനും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സിസ്റ്റർ ആകാനാണെങ്കിലും പരിശീലനത്തിൻ്റെ ദീർഘകാലഘട്ടമുണ്ട്. ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ദൈവവിളിയായിട്ട് നമുക്ക് ചേർന്ന് ചെയ്യാൻ പോകുന്നില്ലെങ്കിൽ, എന്നിലൊരു വിളിയില്ല എങ്കിൽ, നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചില്ല, ആ ഉറവയുടെ ഒഴുക്ക് എന്നിൽ സാധ്യമാകപ്പെടുന്നില്ല എങ്കിൽ എനിക്ക് മടങ്ങിപ്പോകാവുന്നേ ഉള്ളൂ. അല്ലാതെ ആരും നിർബന്ധിച്ച് നീ അച്ഛനായി തീരൂ, അച്ഛനായില്ലെങ്കിൽ നിന്നെ തൂക്കിക്കൊല്ലുന്നൊന്നും പറയുന്നില്ലല്ലോ. അതിന് ശേഷമാണെങ്കിലും നമുക്ക് ഇവിടെ പറ്റുന്നില്ലെങ്കിൽ പോകാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് പ്രായത്തിൻ്റെ ഒരു വിഷയമില്ല. ആ സമയത്ത് നമ്മൾ ആകുന്നു, നമുക്ക് പറ്റുമോ എന്നുള്ള ഒരു പരിശീലന ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. തിരിച്ചു പോകാനുള്ള പലരും അങ്ങനെ തിരിച്ചു പോകുന്നവരാണ്. ഇപ്പൊ 50 ആളെടുത്താൽ ചിലപ്പോൾ 10 ആളായിരിക്കും വൈദ്യരാവുക, ബാക്കി 40 ആളും പോയി. അതുകൊണ്ട് ഇതൊരു അപകട സാധ്യത മേഖലയൊന്നുമല്ല. പിന്നെ ഏത് ഫോർമേഷനും നേരത്തെ ആരംഭിക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് അറിയാനും അത് വേണമെന്ന് തീരുമാനിച്ചുറപ്പിക്കാനും കഴിയുക. അതുകൊണ്ട് നേരത്തെ തന്നെയാണ് തീരുമാനമാകുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, സിസ്റ്ററെ, ഞാൻ സിസ്റ്ററിലേക്ക് വരികയാണ്. സിസ്റ്റർ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ഫോർമേഷൻ്റെ, അതായത് രൂപീകരണത്തിൻ്റെ ഒരു കാലഘട്ടത്തെ പറ്റി പറഞ്ഞു. ഒരു ആകാംക്ഷയുടെ പുറത്ത് കേൾക്കുന്ന ആളുകൾക്കും ചിലപ്പോൾ ആകാംക്ഷ കാണും. നിങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ ഈ ഓരോ വർഷമുള്ള ആ ഫോർമേഷൻ ഒന്ന് പറയാമോ? കാരണം 9 വർഷത്തിനുള്ളിൽ നിത്യവ്രതം ചെയ്താൽ മതിയെന്ന് സിസ്റ്റർ പറഞ്ഞു. കാരണം ഒരു ആകാംക്ഷയ്ക്ക് വേണ്ടി പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം, അവർക്കൊരു അറിവുമായിരിക്കുമല്ലോ. ഓക്കെ, ഫോർമേഷൻ കാലഘട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഡയറക്ടറീസ് ഓഫ് റിലീജിയസ് ഫോർമേഷൻ, അത് വത്തിക്കാൻ സമിതി ഇറക്കിയ, റിലീജിയസിന് വേണ്ടി ഇറക്കിയ നിയമാവലിയിൽ റാസ്യോ വേണമെന്ന് പറയുന്നുണ്ട്. അതായത് ഓരോ റിലീജിയസ് കോൺഗ്രിഗേഷൻസിനും ഒരു റാസ്യോ എന്ന് പറയുമ്പോൾ അത് ലാറ്റിൻ വേർഡാണ്. അത് രൂപീകരണ പദ്ധതി അതാണ് പറയുക. അപ്പോൾ ആ രൂപീകരണ പദ്ധതി എല്ലാവരും ഉണ്ടാക്കണം. അതനുസരിച്ച് നമ്മൾ ഈ ഫോർമേഷൻ കൊണ്ടുപോകണം. അതാണ് സഭയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ അറിയിച്ചതനുസരിച്ച്. ഇപ്പം ഞങ്ങളുടെ കോൺഗ്രിഗേഷനിൽ 2007 ഈ ഒരു രൂപീകരണ പദ്ധതി ഞങ്ങൾ ഇറക്കി. അതനുസരിച്ചിട്ടാണ് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം കമ്മാൻസി പ്രോഗ്രാം, ഒരു വർഷം അതോ അല്ലല്ല, കമ്മാൻസി പ്രോഗ്രാം അവർ വരുന്ന ഒരു കുറച്ച് ദിവസം, 10-15 ദിവസം നമ്മുടെ കൂടെ അവരായിരിക്കുന്നു. അവർ തിരിച്ചു വിടുന്നു വീട്ടിലേക്ക്. പിന്നെ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വന്ന് ജോയിൻ ചെയ്യുന്നു. നിർബന്ധിക്കുന്നൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സിയാണ്. അതൊരു 6 മാസം നമ്മൾ കാൻഡിഡേറ്റ്സി ആയിട്ട് അവരെ അർത്തിനികൾ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ പറയുന്ന വേർഡാണ്. കറക്റ്റ് മലയാളം എനിക്ക് അറിയുന്നില്ല കാൻഡിഡേറ്റ്സിയുടെ. അപ്പോൾ അവർ വന്നു കഴിഞ്ഞിട്ട് ഒരു 3 മാസം 6 മാസമൊക്കെ ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നു. റിലീജിയസ് ലൈഫ് എന്താണെന്ന് അവർ നോക്കി കാണുന്നു, കണ്ട് നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുന്നു, ഭക്ഷിക്കുന്നു, ഉല്ലസിക്കുന്നു. അങ്ങനെ രീതിയിലൂടെ അവർ കടന്നു പോവാണ്. ആ സ്റ്റേജിൽ ഇവർ നമ്മൾ നോക്കി കാണുമ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് കാണുമ്പോൾ ഇവർ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കയറ്റുകയാണ്. അത് ആസ്പിറൻസി എന്ന് പറയും. ഒരു ആഗ്രഹമൊക്കെ അവരിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ.
നമ്മൾ. ആ ആഗ്രഹത്തോടു കൂടി അവർ അടുത്ത സ്റ്റേജിൽ കയറുന്നു. അതിന് തൊട്ട് മുന്നേ ഇപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് വരുന്ന കുട്ടികളുണ്ടാകാറുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരെ +1 +2 പഠിക്കാനായിട്ട് അപ്പോൾ ഈ ഗ്രൂപ്പിൽ വേറെ ഇപ്പോൾ കഴിഞ്ഞ MBBS കഴിഞ്ഞൊരു കുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെ മാറ്റി നിർത്തിയിട്ട് അപ്പോൾ സീനിയർ ആസ്പിറൻസി, ജൂനിയർ ആസ്പിറൻസി. അപ്പോൾ ഈ ജൂനിയർ ആസ്പിറൻസി എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞവരെ +1 +2 പഠിക്കാൻ വിടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ അടുത്ത സ്റ്റേജിലേക്ക് 2 വർഷമാണ്. അപ്പോൾ ഇവർ സീനിയർ ആസ്പിറൻസി വീണ്ടും നമ്മൾ വിട്ട് ഒരു 6 മാസം അവർ വീണ്ടും ഒരു ഫോർമേഷനിലൂടെ കടന്നു പോകും. എന്നിട്ട് പോസ്റ്റുലൻസിൽ കയറുന്നത് അതൊരു വർഷമാണ്. ഈ പോസ്റ്റുലൻസിയുടെ ഒരു വർഷത്തിൽ ഒരു 3 മാസക്കാലം അവർക്ക് റീജൻസി, ഇത് കമ്മ്യൂണിറ്റികളിൽ കൊച്ചു കമ്മ്യൂണിറ്റികളിലേക്ക് ഇവർ മഠങ്ങളിൽ പോയി നിൽക്കുന്നു. മഠങ്ങളിലേക്ക് ചിലപ്പോൾ 4 സിസ്റ്റേഴ്സ് ഉള്ള മഠമായിരിക്കാം, ചിലപ്പോൾ 15 സിസ്റ്റേഴ്സ് ഉള്ള മഠമായിരിക്കാം. അവിടെ ശരിക്കും എങ്ങനെ ഒരു സിസ്റ്റർ ജീവിക്കുന്നോ, അപ്പോൾ ആ സമയത്താണ് നമ്മൾ കാനോൻ നമസ്കാരമൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റർ ജീവിക്കുന്ന പോലെയൊക്കെ ജീവിക്കാൻ പഠിച്ച് തുടങ്ങുകയാണ്. കുറച്ച് നേരമൊക്കെ ഒന്ന് ധ്യാനിക്കാനിരിക്കാൻ പഠിക്കുന്നു, പേഴ്സണൽ പ്രയർ എങ്ങനെ നടത്തേണ്ടതെന്ന് ശീലിപ്പിക്കുന്നു, എങ്ങനെ പ്രാർത്ഥിക്കണം, ഇതൊക്കെ നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ കൊടുക്കുന്നു, സഭയെക്കുറിച്ച് പഠിപ്പിക്കുന്നു, സന്യാസിനി സമൂഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു അറിവ് കുറേയും കൂടി കൊടുത്ത് അറിഞ്ഞിട്ട് സ്നേഹിക്കാനായിട്ട്, പിന്നെ ഈശോയുടെ ജീവിത ശൈലിയൊക്കെ നമ്മൾ പഠിപ്പിക്കാൻ കൊടുക്കുന്ന ഒരു കാലഘട്ടം. പോസ്റ്റൻസ് ഒരു വർഷം കൊടുക്കുന്നുണ്ട്. ഈ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ ഇവർ നോഷീറ്റിലേക്കാണ് കയറുന്നത്. 1 ഇയർ നോഷീറ്റ്, സെക്കൻഡ് ഇയർ. 1 ഇയർ എന്ന് പറയുമ്പോൾ കാനോനിക്കൽ നോഷീറ്റാണ് ആദ്യത്തെ, ഒരിടത്ത് തന്നെ 365 ദിവസം. അതെ. രണ്ടാമത്തെ സെക്കൻഡ് ഇയർ നോഷീറ്റും അവിടെ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾക്ക് അവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ഹോമിഷൻ എന്ന് പറഞ്ഞിട്ടൊരു പീരീഡ് ഉണ്ട്. അവിടെ ആണ് ഈ കുടുംബ പ്രേഷിതത്വം, ഞങ്ങളുടെ അമ്മയുടെ ആ ഒരു അപ്പോസ്ലേറ്റ് ശീലിപ്പിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിലെ തന്നെ ഇവർക്ക് ഈ ഒരു ചൈതന്യം കിട്ടുകയാണ്. ഒരു കുടുംബത്തിൽ പോയിട്ട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ലിസൺ ചെയ്യണം, എങ്ങനെ കൗൺസിലിംഗ് നടത്തണം, ഇതിനുള്ള ഒരു പരിശീലനം കൊടുക്കുന്നൊരു പീരീഡും കൂടി ഉണ്ട് ഈ സെക്കൻഡ് യൂണിവേഴ്സിറ്റിയിൽ. ഇനി പിന്നെ വെസ്റ്റിഷനാണ്, ഉടുപ്പിടുന്നു. അന്ന് അവർ 3 വ്രതങ്ങൾ എടുക്കുന്നു. ആദ്യ വ്രതം എടുക്കുന്ന ദിവസമാണ്. ആദ്യവ്രതം എടുത്ത് പിന്നുള്ള ഓരോ ഇയറും ഇവര് അനിത്യവ്രതം ചെയ്യുന്നത് 1 വർഷത്തേക്ക്. അതിനുശേഷം അവരെന്താ ചെയ്യുന്നത്? ആദ്യത്തെ വ്രതം കഴിഞ്ഞ് കഴിയുമ്പോൾ 1 വർഷം കമ്മ്യൂണിറ്റി ലൈഫിന് വിടുവര്. എല്ലാവരും കമ്മ്യൂണിറ്റി മഠങ്ങളിലേക്ക് വിടും. അപ്പൊ ഈ പഠിച്ച് ശീലിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് പറ്റുന്നുണ്ടോ പ്രാക്ടീസ് ചെയ്യാൻ? അത് ശീലിക്കുകയാണ്. ഓരോ കമ്മ്യൂണിറ്റിയിൽ ചെന്നിട്ട് അവർ സിസ്റ്റേഴ്സിൻ്റെ ഒപ്പം ജോലി ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, പഠിക്കുന്നു എല്ലാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടാകാം. അപ്പോഴും നമ്മൾ എപ്പോഴും ഒരു ഫോർമേറ്റർ, ഒരു ഗൈഡ് ചെയ്യാനായിട്ടൊരു വ്യക്തി എപ്പോഴും ഇവർക്ക് കൂടെ ഉണ്ടാകും. അത് ഒരു അക്കമ്പനിമെൻറ്റിൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. അങ്ങനെ 1 വർഷം 2 വർഷം ആദ്യത്തെ 1 വർഷം കമ്മ്യൂണിറ്റിയുടെ കൂടെ ഈ ആദ്യത്തെ 1 വർഷം കഴിയുമ്പോഴാണ് നമ്മൾ പഠിപ്പിക്കാൻ വിടുന്നത്. ഡിഗ്രി പഠിക്കാത്തവരെ ഡിഗ്രി പഠിപ്പിക്കാൻ സ്കിൽ അനുസരിച്ച് നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മൾ അന്വേഷിക്കും. ഇനി നമുക്ക് ഈ കാലഘട്ടത്തിലൂടെ മനസ്സിലാവും കുറേയൊക്കെ. ഇയാളെ ഈ ഡോക്ടർ ലൈന് വിട്ടാൽ, അല്ലെങ്കിൽ ടീച്ചിങ്, അല്ലെങ്കിൽ ഫാമിലി അപ്പോസ്റ്റേറ്റ്, കൗൺസിലിംഗ്, ഏത് ഫീൽഡാണെന്ന് നമുക്ക് ഒരുവിധമൊക്കെ ഈ കുട്ടികളെ നയിക്കുമ്പോൾ കുറേയൊക്കെ നമുക്ക് പിടുത്തം കിട്ടും. അതെ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വിടുന്ന ഒരു ശീലമാണ് നമുക്കുള്ളത്. അതിനുശേഷം നിത്യവ്രതമാണ്. അത് ഈ 9 വർഷത്തിനുള്ളിൽ 4 വർഷം കഴിഞ്ഞ് ഇട്ട് വേണം ചെയ്യാനായിട്ട്. അതിൽ ഈ 9 വർഷത്തിനുള്ളിൽ നമുക്കത് എപ്പോഴും ഈ ഇത്രയും കാലഘട്ടത്തിനിടയ്ക്ക് എപ്പോഴും നമുക്ക് തിരിച്ചു പോകാനും തീരുമാനം എടുക്കാൻ എല്ലാ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ പോയിട്ടുണ്ട്. അവർ നമുക്ക് മനസ്സിലാകും, അവർക്കും തിരിച്ചറിവ് കിട്ടുന്നുണ്ട്. കാരണം ഇതെനിക്ക് പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവർ നീങ്ങുന്നൊരു സാഹചര്യമുണ്ട്. എനിക്ക് ഈ വിളിയല്ല എന്ന് തിരിച്ചറിയുന്ന അതിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതൊരു ഓപ്പൺ ഡയലോഗ് വയ്ക്കുന്നുണ്ട്, ആ രീതിയിൽ സംസാരിക്കുന്നുണ്ട്, അവർക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവിധ സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കും. താങ്ക് യു, ക്ലിയർ ആണ്. ഞാൻ ക്രിസ്റ്റി അച്ഛനിലേക്ക് വരികയാണ്. അച്ഛൻ ഇവർ പറഞ്ഞതിൽ തുടർന്ന് അച്ഛന് പറയാനുള്ളതും പറയാം. ഇനി നമ്മൾ അടുത്ത വ്രതത്തിലേക്ക് ഒന്ന് കടന്ന് ബ്രഹ്മചര്യ വ്രതത്തെ ചേർത്ത് ഏജിനെ പറ്റിയൊരു കാര്യം പറയാം. അതായത് ഞാൻ 10 വർഷക്കാലമാണ് മൈനസ് സെമിനാറിൽ റെക്ടറായിട്ട് ജോലി ചെയ്തത്. പിള്ളേരെ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കും, അത്രയും ചെറുപ്പം മുതൽ. എൻ്റെ 10 വർഷത്തെ ഇപ്പം ഞാൻ വർഷങ്ങൾ കഴിഞ്ഞല്ലോ. അത് 80 മുതൽ 90 വരെയായിരുന്നു ആ കാലഘട്ടം. അപ്പോൾ അതിൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടത് നമ്മൾക്ക് നിൽക്കാനുള്ള ബ്രദേഴ്സ് എപ്പോഴും നന്നായി ഫോം ചെയ്യാൻ കിട്ടുന്ന സമയമാണ്. അതായത് വെർജിൻ ലാൻഡ് എന്ന് പറയില്ലേ, അതുപോലെ ഒരു 14 തൊട്ട് 17 വയസ്സ് വരെയുള്ള സമയം. പ്രായം അതാണ്. അതിനേക്കാൾ നമ്മൾ വന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ സഭയിൽ നിൽക്കേണ്ടവനക്ക് ഭയങ്കര അതാ ഓർക്കുള്ളവർ.
മറ്റുള്ള ചില കാര്യങ്ങൾ ഫണ്ണിയായിട്ട് പഠിച്ചു പോകും, മനസ്സിലായില്ലേ? അപ്പോൾ അത് ആദ്യത്തെ അധ്യായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഞാനൊന്ന് ഈ ദിവസങ്ങളിൽ ഞാൻ മറ്റ് റെക്ടർമാരോടൊന്ന് കൺസൾട്ട് ചെയ്തു ഈ കാര്യം പോയിൻ്റ് ഉള്ളതുകൊണ്ട്. അപ്പോൾ രണ്ടഭിപ്രായം വന്നു. അതായത് ഇതാണ് ഒരു കാര്യം, ഇതാണ് ഇവർ വളരെയധികം ആളുകൾ അപ്പോൾ പോകും. ഒരു 25 പേര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 15 പേരെങ്കിലും പോകുന്നു. അപ്പോൾ അതൊരു ഫെയിലിയർ പോലെ തോന്നുന്ന ഒരാശയമാണ്. പക്ഷേ വേറെ ചിലർ പറഞ്ഞു വെച്ചാൽ +2-നും മറ്റു പരിപാടികൾക്കൊക്കെ ഇവർ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിനായിട്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലില്ലാത്ത എല്ലാത്തിലും എൻട്രി ചെയ്ത് അവർ വേറൊരു നെഗറ്റീവ് ആസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായം എനിക്ക് തോന്നുന്നു നമുക്കുള്ള പിള്ളേരെ കിട്ടാനായിട്ട്, അതായത് സമർപ്പണ ജീവിതത്തിലേക്ക് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞ പോലെ അറ്റ് ദ ഏർലിയസ്റ്റ് ബി വിത്ത് അസ് വൺ ഫോം ഓർ അനദർ, അല്ലേ? അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അച്ഛൻ, നമ്മൾ അടുത്ത വ്രതത്തിലേക്ക് ഒന്ന് കടന്നു വന്നാൽ ബ്രഹ്മചര്യ ജീവിതത്തെ പറ്റി അച്ഛൻ്റെ കാഴ്ചപ്പാടുകളൊന്ന് പറയാമോ? കാരണം നമ്മളും മനുഷ്യരാണ്. അപ്പോൾ ഈ ബ്രഹ്മചര്യം ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. അച്ഛനൊന്ന് അതിനെപ്പറ്റി ഒന്ന് ബ്രഹ്മചര്യ ജീവിതത്തെ പറ്റി എനിക്ക് ഉള്ളതായ വിഷൻ വളരെ സിമ്പിളാണ്, കോംപ്ലിക്കേറ്റഡ് അല്ല. ഒരു പാഷനേറ്റ് പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് ടു ജീസസ് എന്നുള്ള പോയിന്റ് കൊണ്ടുവരണം. വെറും ഒരു പരിപാടി അത് ഒരു ഭാഗമാണ്. പക്ഷെ അതിൻ്റെ കൂടെ സാധാരണയായിട്ട് നമ്മൾ നമ്മുടേതായ പച്ച മനുഷ്യരെന്ന് പറയില്ലേ, ഞാൻ ബ്രഹ്മചര്യ ജീവിതത്തെ മുഴുവനുമായിട്ട് കാണുന്നത് ഇന്ത്യൻ വാക്കുമായിട്ടാണ്. ബ്രഹ്മചാരി, ബ്രഹ്മാവെന്ന് പറഞ്ഞ സ്നേഹം എന്നാണ്. അപ്പോൾ ബ്രഹ്മചര്യ ജീവിതം എന്ന് പറഞ്ഞാൽ സ്നേഹം എത്രമാത്രം കൂട്ടിക്കൊണ്ടുവരാമോ അത്രമാത്രം നമ്മൾ ബ്രഹ്മചാരികളാണ്. ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോട് മാത്രമല്ല, അതുപോലെ മനുഷ്യരോടും എത്രമാത്രം സ്നേഹം നമ്മൾ വർദ്ധിക്കുമോ, പരിശുദ്ധവും നിർമ്മലവും നിഷ്കളങ്കമായ സ്നേഹം ദൈവത്തോട് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലല്ലേ. പച്ച മനുഷ്യരോട് നമ്മളെ കൊണ്ടു നടക്കാവുന്ന പറ്റാവുന്ന രീതിയിൽ കൊണ്ടു നടന്ന അത് ബ്രഹ്മചര്യ ജീവിതത്തിന് വളരെ സഹായം, അതാണ് സത്ത. അച്ഛാ, ഈ അസീസി പുണ്യവാൻ ഇങ്ങനെ ബ്രഹ്മചര്യാകാൻ വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ മുള്ളിന്റെ പുറത്ത് ഊരണം, അതൊക്കെ നേരാണോ? നേരാ. എന്താണ്, റോസുകൾക്ക് ഇപ്പോഴും മുള്ളില്ല എന്നുള്ള കറങ്ങി ഞാൻ പല പ്രാവശ്യം അവിടെ പോയിട്ടുള്ളതാണ്. അത് ഒരു ഭാഗമാണ്. അത് ഒരർത്ഥത്തിൽ ഫ്രാൻസിസ് അസീസി ചെയ്തത് തൻ്റെതായ ശരീരത്തിലുണ്ടാകുന്ന ഒരു ഭാഗമാണ്. പക്ഷെ അദ്ദേഹം അതിനേക്കാൾ കൂടുതലായിട്ട് മനുഷ്യരെ സ്നേഹിക്കുക ചെയ്തു. ഈസ് നോൺ ആസ് സെറാഫിക് സെയിൻറ്റ്. അദ്ദേഹം ഒരു ദിവസം ഒരു കിണറ്റിലാണ് ചെന്ന് ലിയോ സഹോദരനോട് ചോദിച്ചു, ലിയോ സഹോദര വാ കാണാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വന്ന് നോക്കി, എന്നാടാ നീ കാണുന്നതെന്ന് ചോദിച്ചു. ഞാൻ ചന്ദ്രനെ കാണാമെന്ന് പറഞ്ഞു. അല്ല, അത് ക്ലാരപ്പുണ്യാതെയാന്ന് പറഞ്ഞു. You understand? He loved Clara so much. ഒരുപാട് സ്നേഹമുള്ളത് കൊണ്ട് പുള്ളിക്കാരൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അവളെ കാണണ്ടാന്ന് പറഞ്ഞു. അല്ലയോ, സ്നേഹം കൊണ്ട്, പരിശുദ്ധമായ സ്നേഹം എത്രയുണ്ടോ അത്രമാത്രം നമുക്ക് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും സ്നേഹിക്കാനുള്ള അവകാശം കിട്ടുകയാണ്. അതുകൊണ്ട് ബ്രഹ്മചര്യം നെഗറ്റീവായിട്ട് കാണരുത്, പോസിറ്റീവായി, ഒരുപാട് പോസിറ്റീവായിട്ട് കാണണം. എത്രമാത്രം, മനസ്സിലായില്ലേ? അതായത് എന്നെ സംബന്ധിച്ചൊരു ഒരു ഭർത്താവായി ഞാൻ സ്നേഹിക്കില്ല, എനിക്ക് അപ്പനായി, മനസ്സിലായില്ലേ, മകനായി, മോനായി സ്നേഹിക്കാം. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും എൻ്റെ ഇപ്പം സ്ത്രീകളാണെങ്കിൽ എല്ലാവരും എൻ്റെ അമ്മയാണ്, എൻ്റെ സഹോദരിയാണ്, എൻ്റെ മോളാണ്. ആരും എനിക്ക് ഭാര്യയല്ല. വ്യക്തത വേണം. അപ്പോൾ അതിനകത്തൊരു കോംപ്ലിക്കേഷനും ഇല്ല. അപ്പോൾ അതിന് സഹായിയായിട്ട് നിൽക്കുന്നവരെ ഞാൻ വെഡഡ് ടു ജീസസ് ക്രൈസ്റ്റ് ഇൻ സ്പിരിച്വൽ മാറ്റർ. അവനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ശക്തമായതുകൊണ്ട് ഞാനത് ഇങ്ങനെ ഒഴുക്കി കൊടുക്കുക. അപ്പോൾ ഈ പ്രശ്നം വരുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ നോക്കും, പക്ഷെ മനുഷ്യരുമായിട്ട് അടുപ്പമില്ല. അപ്പോൾ എത്രമാത്രം സ്നേഹം മനുഷ്യരോട് ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശീലനം നമ്മൾ കൊടുക്കുന്നുവോ അത്രയും നമ്മൾ ബ്രഹ്മചര്യത്തിൽ നമുക്ക് വളരാൻ പറ്റും. അപ്പോൾ ഫ്രാൻസിസ് അസീസി മുള്ളി ചേർന്ന് ശരിയാണ്. അദ്ദേഹത്തിൻ്റെ പൗപ്പർ എന്ന പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു, വാട്ട് എ സെക്സി മാൻ. സെക്സി പേഴ്സൺ ഈസ് എ പാർട്ട് ഓഫ് അവർ ലവ് ലൈഫാണ്. ഞാനൊരു ധ്യാനത്തിന് പറയുകയാണെങ്കിൽ ഒരു കോളം വരച്ചിട്ട് സെക്സ് കൂടുതലുണ്ടോ അവർക്ക് സ്നേഹം കൂടാൻ സാധ്യതയുണ്ട്. എൻ്റെ സ്നേഹമാണ് വിശുദ്ധിയുടെ ലക്ഷണം. ഇതിൻ്റെ വളരെ വലിയ ഉദാഹരണമാണ് മഹത്വത്തിലേക്കുള്ള വിളിയാണ് സെക്സ്. ഉദാഹരണമായിട്ട് ഗാന്ധി 7 പ്രാവശ്യം വ്രതം ചെയ്തത്, മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹത്തിന് എന്തുണ്ടായി? പക്ഷേ അദ്ദേഹമാണ് വലിയ സെക്സി മാനായിരുന്നു. സ്വന്തം അപ്പം മരിക്കുന്നത് കാണാൻ പറ്റാത്ത ഭാര്യയുടെ അടുത്ത് പോയ ആളാണ്. പക്ഷേ ഈ ഇന്ത്യയിലാകമാൻ ഒരാളെ അറിയപ്പെടുകയുള്ളൂ എങ്കിൽ അത് മഹാത്മാഗാന്ധി ആയിരിക്കും. സ്നേഹം കൂടുന്നതനുസരിച്ച് ബ്രഹ്മചര്യത്തിൽ വളരെ പോയിന്റ് വളരെ ക്ലിയർ ആണ്. ഞാൻ അച്ഛനിലേക്ക് അച്ഛൻ ക്രിസ്ത്യച്ചൻ്റെ ആശയങ്ങൾ അച്ഛൻ കേട്ട് കാണുമല്ലോ. അച്ഛന് അതിനോട് പറയാനുള്ള കാര്യം അച്ഛൻ്റെ ആശയങ്ങളൊന്ന് ഷെയർ ചെയ്യാമോ? ഈ ബ്രഹ്മചര്യ വ്രതമേ
ഭയങ്കര ഒരു സെൻസിറ്റീവ് തീമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അതെ, എനിക്ക് തോന്നുന്നത് ഈ സന്യാസ ജീവിതം നയിക്കുന്നവർക്ക് ഒരുപക്ഷെ അല്പം കൂടി എളുപ്പമാണ് ബ്രഹ്മചര്യം ജീവിക്കാൻ. കുടുംബജീവിതം നയിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ചേസ്റ്റ് ഹസ്ബൻഡായിട്ടിരിക്കുക എന്ന് പറയുന്നത് ഇതിനകത്ത് വലിയൊരു ഡിഫിക്കൽട്ടി നോക്കിക്കുക. അവരുടെ ഒരു ചലഞ്ച് നോക്കിക്കുക. ഒരു ഭാര്യ ആ ഭാര്യയോട് കമ്മിറ്റഡായി തൻ്റെ മനസ്സും ശരീരവും ജീവിതവും മുഴുവൻ സ്വന്തം ഭാര്യയിലേക്ക് ഫോക്കസ്ഡായിട്ട് ജീവിക്കുന്നതിന് വലിയ ഒരു ട്രെയിനിങ്ങും വലിയൊരു ഒരു സമർപ്പണമൊക്കെ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ബ്രഹ്മചര്യത്തിൻ്റെ ആ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഈ സെക്ഷൽ ലൈഫിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അഫെക്ഷൻ രൂപപ്പെടുന്നതിലൊക്കെ ഒരു വലിയൊരു ഡിസിപ്ലിൻ്റെ ആവശ്യം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അത്രയൊക്കെ ഇവിടെ അത് ആവശ്യമുള്ളൂ, സന്യാസിൽ ആവശ്യമുള്ളൂ. അതിനപ്പുറത്ത് വലിയൊരു ഡ്രമാറ്റൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ ഒരു മറുവശം, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രോഗിയായിരുന്ന സമയത്ത് ആശുപത്രിയിൽ കിടന്ന് അദ്ദേഹം സൗഖ്യം പ്രാപിച്ച് വത്തിക്കാനിലേക്ക് തിരിച്ചു പോയതിനു ശേഷം അദ്ദേഹം തൻ്റെ കൈപ്പിടിയിൽ അവിടെയുള്ള സിസ്റ്റേഴ്സിന്, കന്യാസ്ത്രീമാർക്ക് ഒരു കത്തെഴുതി. ആ കത്തിൽ അത് എഴുതിയിരിക്കുന്ന ചില വാക്കുകൾ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എഴുതി, മൈ ബോഡി ഈസ് എ വിറ്റ്നസ് ടു യുവർ ലവ്. എൻ്റെ ശരീരം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ സാക്ഷിയാണ്. എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യാച്ചൻ പറഞ്ഞത് വളരെ വാസ്തവല്ലേ. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും നമ്മളുടെ സ്നേഹത്തിൻ്റെ, നമ്മുടെ ജെന്യുവൻ സ്നേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു സാക്ഷികളായിട്ട് മാറും അതുണ്ടെങ്കിൽ. രണ്ട്, സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്ന വലിയ ദാനം, അപ്പോഴും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ എത്ര കണ്ട് ഈ നമ്മളുടെ സെക്ഷുവൽ റിസോഴ്സസ് നമുക്ക് എത്ര കണ്ടുണ്ടോ അത്ര കണ്ട്, അച്ഛനോട് ഞാൻ 100% ചോദിക്കുകയാണ്, അത്ര കണ്ട് നമ്മുടെ സമർപ്പണത്തിന് ശുദ്ധി ഉണ്ടാകും. കാരണം ഈശോയുടെ കാൽച്ചുവട്ടിലിരുന്ന് കരയുന്ന ആ പെണ്ണുണ്ടല്ലോ, ഷീ വാസ് ഒരു സെക്സ് സിന്നിൽ പിടിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട ഒരാളാണ്. പക്ഷേ കർത്താവിൻ്റെ കാൽച്ചുവട്ടിലിരുന്ന് കരഞ്ഞ് കണ്ണീരും കൊണ്ട് കാല് കഴിയുക, പുരുഷൻ്റെ കാല് കഴി, സ്ത്രീയുടെ അഴകാകുന്ന മുടി കൊണ്ടത് തുടച്ചു, ചുംബിച്ചു, എല്ലാം അവള് ചെയ്തു. എന്നിട്ട് തൊട്ടപ്പുറത്ത് ഇതൊന്നും ഇല്ലാത്ത കുറേ പേര് ഷെമിയോൻ എന്ന് പറയുന്ന സൗഖ്യപ്പെട്ട രോഗിയുടെ വീട്ടിൽ ചർച്ച ചെയ്യാൻ വേണ്ടി വന്നിരിപ്പുണ്ട്. പക്ഷെ അവർക്ക് ഈ യേശുക്രിസ്തു ഒരു പ്രസക്തമായ വിഷയമൊന്നുമല്ല. അവർക്ക് ഈ തിയോളജിയും അല്ലെങ്കിൽ സംസ്കാരിക്കാൻ പോകുന്ന തോറയുടെ സങ്കല്പങ്ങളെല്ലാം ആഴപ്പെട്ടറിയാം. പക്ഷെ ദേ ആർ നോട്ട് ഗോയിങ് ടു കോൺട്രിബ്യൂട്ട് എനിത്തിങ് ടു, അവർ ഈ കർത്താവിനെ ലോകത്തിന് കൊടുക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ കാൽച്ചുവട്ടിൽ അവൻ്റെ കാലിൽ ചുംബിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ ലൈംഗിക ഭാവങ്ങളിൽ ഒരുപക്ഷെ പിടിക്കപ്പെട്ട് കിടന്നിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചങ്ങലയിൽപ്പെട്ട് കിടന്ന മാനസാന്തരപ്പെട്ട ആ സ്ത്രീ, അവളാണ് അവളുടെ കണ്ണീരും കൊണ്ടും സ്നേഹം കൊണ്ടും പ്രണയം കൊണ്ടും വികാരങ്ങൾ കൊണ്ടും ലോകം മുഴുവൻ തൻ്റെ ആത്മാവിൽ ബാധിച്ച ക്രിസ്തുവിനെ പറയാൻ വേണ്ടി പോകുന്നത്. അതാണ് ഇതിൻ്റെ രഹസ്യം. അപ്പോൾ നമ്മളെ ആരെങ്കിലും അത് ബ്രഹ്മചാരി ആയിരിക്കുന്ന അച്ഛന് എൻ്റെ ലൈംഗികത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഷാൽ ബി ലൈവ് ഇൻ ദാറ്റ്. നമ്മളതിനകത്ത് ക്രിസ്ത്യൻ പറഞ്ഞ പോലെ എല്ലാ മരണം വരെ അതിൻ്റെ നിർവൃതിയിലായിരിക്കണം. അതേ സമയത്ത് തന്നെ നമ്മുടെ ആ സ്നേഹത്തിന് എല്ലാവരും സാക്ഷികളാണ്. അവിടെ അതിൻ്റെ അതിർവരമ്പുകൾ നമുക്ക് വ്യക്തമായിട്ടറിയാം. അച്ഛനത് പറഞ്ഞു, വ്യക്തമായിട്ടറിയാം. അതിനിപ്പുറത്ത് നിന്നുകൊണ്ട് ദൈവം നമ്മളെ കാര്യമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ടല്ലോ. ചാർലി സാറേ, ഞാനും ഈ ബ്രഹ്മചര്യവുമായിട്ട് ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയാമോ? അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ സന്യാസവും പൗരോഹിത്യവും ഒക്കെ ആക്രമണം നേരിടുന്നത്. അതിൻ്റെ ഒരു കാരണം എന്താണ്? എപ്പോഴും ഇങ്ങനെ അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല, അങ്ങനെ ഒരു ചിന്ത മനുഷ്യനിൽ ഉള്ളതുകൊണ്ടാണോ? രണ്ടൊന്ന് പോയിന്റ് അതിനകത്തുണ്ട്. ഒന്ന്, മനുഷ്യൻ പോളിഗമിയ എന്ന് പറയുന്നൊരു മനഃശാസ്ത്ര ശാഖയുണ്ട്. അപ്പോൾ ഇപ്പോൾ നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ ആ പോളിഗമിയായ മനുഷ്യർക്ക് ഒന്നിലേറെ സെക്ഷൽ ഇതിലേക്ക് പോകുന്ന ഒരു തലം. പക്ഷെ നേരത്തെ ക്രിസ്ത്യച്ചൻ പറഞ്ഞ പോയിന്റാണ് കുറച്ചും കൂടി പ്രസക്തമായിട്ട് എനിക്ക് തോന്നുന്നത്. അതിനൊരു നമ്മളിപ്പോൾ ഒരു പൊതുപ്രവർത്തനത്തിൽ നടക്കുന്ന ആളുകൾ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് മനുഷ്യരെ സ്നേഹിച്ച് കിടക്കുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് വലിയ പ്രസക്തി വരുന്നില്ല. അപ്പോൾ ഈ മനുഷ്യരെ സ്നേഹിച്ച് മനുഷ്യരോടൊപ്പമായിരിക്കുന്നിടത്ത് തന്നെ ഈ നിർവൃതിയുടെ ലോകം നടക്കുന്നുണ്ട്. വളരെ ഉദാത്തമായ ഉത്കൃഷ്ടമായ സ്നേഹത്തിൻ്റെ ഭാവങ്ങളെല്ലാം അനാവരണം ചെയ്യപ്പെടും. സെക്സ് അതിനകത്ത് വേറൊരു ചെറിയ പോയിന്റ് മാത്രമാണ്. അപ്പോൾ അങ്ങനെ മനുഷ്യരെ സ്നേഹിച്ച്, അച്ഛൻ പറഞ്ഞാണ് അതിനകത്ത് പോയിന്റ്, ഒരു പിതാവെന്ന പോലെ, ഒരു മകനെന്ന പോലെ, ഒരു സഹോദരൻ എന്ന പോലെ നമ്മൾ ഇടപെടുന്ന ഒരുപാട് മനുഷ്യർക്ക് ഉണ്ട്. അപ്പോൾ ആ തരത്തിൽ പോകുന്നിടത്തെ സംബന്ധിച്ച് അതിനെ ആ ഒരു ആംഗിളിൽ നമ്മൾ ഈ ചാനലൈസേഷൻ, സബ്ലിമേഷൻ, ഡീവിയേഷൻ എന്ന് പറയുന്ന തിയറി പ്രകാരം ഈ വികാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ വികാരത്തെ നമ്മൾ ഏറ്റവും മനോഹരമായ സ്നേഹത്തിൻ്റെ മേഖലയിലേക്ക് ചാനലൈസ് ചെയ്യപ്പെടുമ്പോൾ ഇത് പ്രസക്തമല്ലാതെ പോകും. അങ്ങനെയുള്ള ആളുകൾ ഈ ചില നമ്മുടെ സഭയിൽ പറ്റില്ലായിരിക്കും, ചിലർക്ക് പൗരോഹിത്യത്തിൽ വിവാഹ ജീവിതം ആകാവുന്ന ചില സന്യാസ ജീവിതത്തിൽ പറ്റത്തില്ല, സഭകളുണ്ടാവാം, ബിഷപ്പ് വരെ കഴിക്കുന്നവരുണ്ടാവാം. അപ്പോൾ അത് നമ്മുടെ ഇതിൽപ്പെട്ടവർക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഇതിൽ തന്നെ എനിക്ക് പറയുക, ഈ സ്നേഹത്തിൻ്റെ തുറവി നമ്മളൊരു സംലഭ്യമാക്കുമ്പോൾ മറ്റു തരത്തിൽ വരാതിരിക്കുക എന്നുള്ളതാണ്.
ഞാൻ ക്രിസ്ത്യച്ച അച്ഛൻ എന്താ പറയാനുള്ള പോലെ തോന്നി? അതായത് എനിക്ക് തോന്നുന്നത് വളരെ സിമ്പിളാണ്. മീഡിയം വഴി സ്നേഹത്തിൽ പൂർണ്ണത പകരുന്നതാണ് വിവാഹ ജീവിതം. അതായത് ശരീരം, മനസ്സ്, ഹൃദയം. മീഡിയം ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന യാഥാർത്ഥ്യമാണ് കൂടുതലായിട്ട് ബ്രഹ്മചര്യവും മിസ്റ്റിസിസവും ഹെവൻലി ബ്ലിസ്സും സമാധിയും അങ്ങനെയുള്ള കാര്യങ്ങൾ. രണ്ടും നല്ലതാണ്. ഓരോരുത്തരുടെ വിളി അനുസരിച്ച് മനുഷ്യന് ആത്യന്തികമായിട്ട് പ്ലസ് സന്തോഷം തേടലാണ്. ഈ സന്തോഷം തേടാനായിട്ട് ചിലർ മദ്യം ഉപയോഗിക്കും, കഞ്ചാവ് ഉപയോഗിക്കും. ഇത് നമുക്ക് പോസിറ്റീവായിട്ട് ഈ സന്തോഷം ലഭിച്ചാൽ മതി. ഭക്ഷണം സന്തോഷപ്രധാനമായിട്ടാണ്, വിനോദങ്ങൾ സന്തോഷപ്രദമാണ്, ഈ കുടുംബ ബന്ധങ്ങൾ പോലെ നമ്മൾക്കുള്ള കൂട്ടായ്മകൾ സന്തോഷമാണ്. അപ്പോൾ ആ സന്തോഷത്തിൻ്റെ മേഖലകൾ ഈ സെക്സിലും മദ്യത്തിലും ഒക്കെ കൂടുതൽ കിട്ടുമെന്ന് നമുക്ക് തോന്നും. അത് ശരിയുമാണ്. പക്ഷെ ആ മേഖലകളെ വേറെ മേഖലകളിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് ആനന്ദത്തെ ലഭ്യമാക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഓക്കെ സിസ്റ്ററെ, ഇവർ പറഞ്ഞ യാശയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ചിലപ്പോൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ റിക്രിയേഷനോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇല്ലേ? നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുക, അതിനെപ്പറ്റി ഒന്ന് പറയാം. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ വളരെ ചുരുങ്ങിയ സമയമുള്ള 1 hour റിക്രിയേഷൻ ആണ്. റിക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്രിയേഷൻ എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടും. ഭക്ഷണം കഴിഞ്ഞ ഉടനെ ഭക്ഷണം ഞങ്ങൾ രാത്രിത്തെ ഭക്ഷണം മിണ്ടാതിരുന്നിട്ട് കഴിക്കുക. അപ്പോൾ പെട്ടെന്ന് ഭക്ഷണം കഴിയുന്നു, ഒരു അരമണിക്കൂറൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും ഈ റിക്രിയേഷൻ റൂമിലേക്ക് വരും. അതൊരു ആഘോഷമാണ് വെച്ചാ. അത് പറഞ്ഞാൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് എനിക്കറിയില്ല. എല്ലാ സിസ്റ്റേഴ്സും, പ്രായമുള്ള അമ്മയും ചെറിയ സിസ്റ്ററും എല്ലാവരും ആ സമയത്ത് അവിടെ പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ ഒരുപാട് ചിരിക്കാനുണ്ടാവും. ചിലർ തമാശകൾ പറയും, ചിലർ തമാശ ഒരുങ്ങി വരും, ചിലർ ആക്ട് ചെയ്യും, ചിലർ എന്താ പറയുക അങ്ങനെ ഡാൻസ് കളിക്കും. ചിലപ്പോൾ ഒക്കെ ചുമ്മാ ഒന്ന് അത് വല്ല ഫീസ്റ്റ് ദിവസങ്ങളിലൊക്കെ ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ ഡാൻസ് ചെയ്യാം. അപ്പോൾ അതൊരു എല്ലാം മറന്നിട്ട് ഞങ്ങളിരിക്കുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ പ്രായം ചെന്ന അമ്മയായിരിക്കും ചിലപ്പോൾ ഭരതനാട്യത്തിൽ സ്റ്റെപ്പ് എടുക്കുക, ഇങ്ങനെയൊക്കെ കാണിച്ച്. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് അപ്പോൾ ഒരുപാട് ചിരിപ്പിക്കും, എല്ലാവരും സന്തോഷിപ്പിക്കും. അങ്ങനെ ഒരു ആനന്ദത്തിൻ്റെ ഒരു സമയമാണത്. അതിന് വേണ്ടിയിട്ട് അത് മസ്റ്റായിട്ട് ഞങ്ങൾക്ക് ഉണ്ട് എല്ലാ ദിവസവും. അത് കമ്പൽസറി ആണ് ഞങ്ങൾക്ക്. അത് പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നല്ലേ? തീർച്ചയായിട്ടും. കാരണം ഒരു തുറവിയുള്ള സമയമാണ്. അപ്പോൾ ആർക്കും എങ്ങനെ വേണമെങ്കിലും ആ നേരത്തെ ആക്ട് ചെയ്യാം. അതെല്ലാവർക്കും ഒരു ഫ്രീഡം ഉള്ള സമയമാണ്. അപ്പോൾ അത്രയും ആ ഒരുക്കുണ്ടെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിനെ സന്തോഷിപ്പിക്കാൻ, സ്വയം സന്തോഷിക്കാൻ പറ്റിയൊരു അവസരമാണ് ഈ റിക്രിയേഷൻ. അതുപോലെ തന്നെ ഫീസ്റ്റ് ഡേയ്സ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി ഒരുങ്ങി ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി എല്ലാ വിധത്തിലും സ്കിറ്റായിട്ടും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഒന്നുകൂടിയും അതിനെ മാറ്റുകൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും. പ്രിയമുള്ള പ്രേക്ഷകരെ, ഞങ്ങൾ ഈ ചർച്ച ഇന്നിവിടെ പൂർണ്ണമാക്കുകയാണ്. നിങ്ങളുടെ മുമ്പിലേക്ക് 2 വ്രതങ്ങളെ പറ്റി അല്ലെങ്കിൽ കൂടുതലായി സമർപ്പിത ജീവിതത്തെ പറ്റിയുള്ള ചില ചിന്തകളാണ് ഞങ്ങൾ പങ്കുവച്ചത്. നമുക്ക് സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അതോടൊപ്പം തന്നെ അവരെ സ്നേഹിക്കാം. കാരണം അവരും മനുഷ്യരാണ്, കുറവുകളും കുറ്റങ്ങളും ഒക്കെ കാണും ചിലപ്പോഴെങ്കിലും. പക്ഷേ ആത്യന്തികമായിട്ട് ദൈവാന്വേഷണമാണ് അവരുടെ ലക്ഷ്യം. അവരതിനുവേണ്ടിയാണ് പരിശ്രമിക്കുക. അതിൽ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ താങ്ങും അവർക്ക് ആവശ്യമാണ്. നമ്മുടെ കരങ്ങൾ എപ്പോഴൊക്കെ ഉയർന്നിരിക്കുന്നോ അവിടെ എല്ലാം സമർപ്പിതരുടെ ജീവിതം ബലമുള്ളതായി മാറും. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അവരെ അനുഗ്രഹിക്കാം. ഈ ഒരു ചെറിയ സന്ദേശം നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഇനി ഞങ്ങളോടൊപ്പമായിരുന്ന 4 വിശിഷ്ട വ്യക്തികൾക്ക് ഒത്തിരി നന്ദി. ഞങ്ങളെ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.